നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇറങ്ങി നോക്കട്ടെ. നീ എന്താ ചെയ്യാൻ പോന്നേ? അല്ല, ഒന്ന് നോക്കണ്ടേ. എന്തിനാ? നീ അയാളെ ആശുപത്രി എത്തിക്കാൻ പോകുന്നു. അതിനുള്ള സമയം നമുക്കുണ്ടോ? എടാ, ആള് കൂടുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനാണ് നമ്മൾ നോക്കേണ്ടത്. ആള് മരിച്ചാലോ? മരിക്കട്ടെ, നമുക്കെന്താ? നമ്മുടെ ആരുമല്ലല്ലോ. ദിവസവും ആക്സിഡന്റിൽ ഇഷ്ടം പോലെ ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇതും ആ കൂട്ടത്തിൽ ഒന്നാന്ന് കരുതിയാൽ മതി. ഞാൻ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ എവിടം വരെയായെന്ന് അന്വേഷിക്കാം മാഡം. ശരി. എന്താ മഞ്ജു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗോപാലൻ എന്റെ അമ്മയോ മോളെ ലക്ഷ്യം വെച്ചോ? അതാണോ നീ എന്നെ ആശുപത്രിയിലേക്ക് വിളിപ്പിച്ചത്? അല്ല, അമ്മയ്ക്കും മോക്കും ഒരു കുഴപ്പമില്ല. ഒരു പെൺകുട്ടി വണ്ടിയിടിച്ച് മരിച്ചെന്ന വയർലെസ് മെസ്സേജ് കിട്ടിയതുകൊണ്ടാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നത്. പേടിക്കാനൊന്നുമില്ല. ഞാൻ വേറൊരു കാര്യം പറയാനാ ഗിരിയേട്ടനെ വിളിപ്പിച്ചത്. എന്താ മഞ്ജു? ഗിരിയേട്ടനല്ല അച്ഛനെ കൊന്നേന്ന് തെളിഞ്ഞു കഴിഞ്ഞു. റിലീസ് ഓർഡറും കിട്ടി. ഗിരിയേട്ടന് വീട്ടിലേക്ക് പോവാം. ദൈവം രക്ഷിച്ചു. അല്ല, ശരിക്കു പറഞ്ഞ നീയാ എന്നെ രക്ഷിച്ചത്. എന്നാലും എന്റെ നിരപരാധിത്വം നീ എങ്ങനെയാ തെളിയിച്ചത്? ഞങ്ങള് അനിൽകുമാറിനെ ചോദ്യം ചെയ്തു. അയാളാണ് ഗോപാലൻ പറഞ്ഞിട്ട് ആയുധം ഗിരിയേട്ടന്റെ വീടിന്റെ പുറകിൽ ഒളിപ്പിച്ചെന്ന് മൊഴിയും നൽകി. ഗോപാലിന് നമ്മളോടുള്ള പക ഇതുവരെ അടങ്ങിയിട്ടില്ല. മാധവൻ സാറിനെ കൊന്നപ്പോ ഞാൻ അയാളെ സഹായിക്കാതിരുന്ന മതിയായിരുന്നു. ആദ്യമായി ഒരാളെ കൊന്നപ്പോ തന്നെ അയാൾ അഴിക്കുള്ളിലെത്തിയനെ. എന്റെ അച്ഛനെ അല്ല ഗോപാലിനെ ആദ്യമായിട്ട് കൊല്ലുന്നേ. പിന്നെ ഗിരിയേട്ടന്റെ അച്ഛനെ കൊന്നത് ഗോപാലിനാ. അനിൽകുമാർ അറസ്റ്റിലായപ്പോ മാപ്പുസാക്ഷിയാവാൻ ഗിരിയേട്ടന്റെ അച്ഛൻ മരിച്ച ദിവസം പോലീസ് സ്റ്റേഷനിൽ നടന്നെന്താന്ന് മൊഴി നൽകി. ചാരായം മാറ്റുന്നതിനിടയില് ഗോപാലിന് പറ്റിയൊരു അബദ്ധം കാരണോ അന്ന് നാട്ടുകാരൊക്കെ മരിച്ചത്. ഗോപാലിനോട് നന്ദിയുള്ളതുകൊണ്ട് ഗിരിയേട്ടന്റെ അച്ഛൻ അത് പോലീസുകാരോട് തുറന്നു പറഞ്ഞില്ല. പക്ഷേ എന്നെങ്കിലും അദ്ദേഹം സത്യം തുറന്നു പറയൂന്ന് കരുതി ഗോപാലൻ അദ്ദേഹത്തെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി.